ഇനി ക്രെഡിറ്റ് കാർഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നമുക്കൊരു ടൂളാണോ അതോ ട്രാപ്പ് ആയിട്ടാണോ വരിക? ക്രെഡിറ്റ് കാർഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുടെ ലൈഫിൽ അതൊരു ട്രാപ്പ് തന്നെ ആയിരിക്കും. ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുതലയുള്ള മൂർച്ചയുള്ള വാളെന്നുള്ള പറയുന്ന ഒരു ടേം ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം. ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ പ്ലാൻഡ് ആയിട്ട് അതിൻ്റെ റിവാർഡ്സും അതേപോലെ ക്യാഷ് ബാക്ക് അവാർഡ്സും അങ്ങനെ ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട് അതിന്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിക്കൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഈസ് ബെറ്റർ. ഇൻഫാക്ട് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന പോലെ വർക്ക് ചെയ്യുന്നൊരു കാർഡാണ്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി നമ്മൾ വൈറലായ ഫഹദ് ഫാസിലിൻ്റെ ഡയമണ്ട് നെക്ലേസത്തെ കുറച്ച് റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അതിൽ അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എവിടെ പോയാലും കാർഡാണ്, സ്വൈപ്പ് ചെയ്യുക. ആ ഒരു ഫിലിമിൽ എൻ്റയർലി അവൻ്റെ ലൈഫിനെ പറ്റിയിട്ട് അതാ കാണിക്കുന്നത്. അതേപോലെയാണ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിനെ യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പെടും. മീൻസ് ക്രെഡിറ്റ് കാർഡിനെ നമ്മൾ ഒരിക്കലും ഒരു സാലറി ആയിട്ട് കാണരുത്, ഒരു എക്സ്ട്രാ ബോണസ് ആണ്. മീൻസ് നമുക്ക് ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതിക്കും അത് ഉപയോഗിക്കണം എന്ന് മാത്രം.